മുല്ലപ്പെരിയാർ രക്ഷാപേടകം. മുല്ലപ്പെരിയാർ എന്ന ജലബോംബ് നമ്മുടെ തലക്ക് മുകളിൽ നിൽക്കുമ്പോൾ ഒരു രക്ഷാപേടകം എല്ലാവരുടെയും വീട്ടിൽ കരുതുന്നത് നല്ലതാണ്. എല്ലാവർക്കും താങ്ങാൻ പറ്റുന്ന ചെലവിൽ സ്വയം നിർമ്മിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ പേടകം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ രക്ഷാപേടകം നല്ലൊരു ശതമാനം ആളുകളുടെ എങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. പേടകത്തിൽ കയറിപ്പറ്റാനുള്ള സമയം കിട്ടുക എന്നതാണ് പ്രാധാന്യം. ഇത് നിർമ്മിക്കാനായി നല്ല ക്വാളിറ്റിയുള്ള 1000 ലിറ്ററോ അതിനു മുകളിൽ കപ്പാസിറ്റി ഉള്ള വാട്ടർ ടാങ്ക്, ഹൈ ഗ്രേഡ് PVC പൈപ്സ്, തെർമോകോൾ, ട്രാൻസ്പെറൻറ്റ് ഫൈബർ ഗ്ലാസ്, ടാങ്കിന് ചുറ്റും സ്റ്റീൽ ഫ്രെയിം, ഓക്സിജൻ സിലിണ്ടർ ഇത്രയും ഉണ്ടെങ്കിൽ ആർക്കും ഈ പേടകം ഉണ്ടാക്കാം. 1000 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ടാങ്കിൽ 4 പേർക്ക് വരെ രക്ഷപ്പെടാം. 1500 ലിറ്റർ ടാങ്ക് ആണെങ്കിൽ 6 പേർക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡ്, വെള്ളം പേടകത്തിൽ കരുതിയാൽ നല്ലത്. ഫുഡ് കേടുവരാത്ത ടൈപ്പ് ബിസ്ക്കറ്റ് അങ്ങനെയുള്ളതാണെങ്കിൽ നല്ലതാണ്. പേടകം വെള്ളത്തിലും ചെളിയിലും പൊങ്ങിക്കിടക്കും. സാധാരണ നിലയിലുള്ള ആഘാതങ്ങൾ പ്രതിരോധിക്കും. ഡാം പൊട്ടി ശക്തിയിൽ വരുന്ന വെള്ളത്തിന്റെ ഒഴുക്ക് ഒന്ന് ശാന്തമായാൽ പേടകത്തിന്റെ സേഫ്റ്റി ഡോർ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. അന്തരീക്ഷത്തിൽ നിന്നും വായു ശ്വസിക്കാനാവും. പേടകം നിർമ്മിക്കുന്ന വീഡിയോ ആവശ്യമുള്ളവർ കമന്റ് ബോക്സിൽ മെസ്സേജ് അയയ്ക്കുക. എല്ലാവർക്കും സ്വന്തമായിട്ട് നിർമ്മിക്കാനാവും. അങ്ങനെ ആ രീതിയിലുള്ള ഒരു പേടകമാണ്. അത് പിന്നീട് അതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. സാമ്പത്തികമുള്ളവർക്കാണെങ്കിൽ മുഴുവനായും സ്റ്റീലിൽ നിർമ്മിക്കാം. അതിനകത്ത് കൂടുതൽ കരുത്തുണ്ടാവും. പേടകത്തിൽ കൂടുതൽ പേരെ കയറ്റാനാവും. പക്ഷേ വേറൊരു കാര്യം, മുല്ലപ്പെരിയാറിനോട് ചേർന്ന് കിടക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് പേടകം കൊണ്ട് ഒരു കാര്യവുമില്ല. പേടകത്തിൽ കയറാൻ അവർക്ക് സമയം കിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ ഗവൺമെന്റിനും കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഡാം പൊട്ടുന്ന സമയത്ത് 5 ജില്ലകളിലാണ് അത് 5-6 ജില്ലകളിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജില്ലകളിൽ എല്ലാവർക്കും അലർട്ട് ലഭ്യമാക്കാനുള്ള സംവിധാനം ചെയ്യണം. സാധാരണ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നമുക്ക് മെസ്സേജ് മൊബൈൽ വരാറുണ്ട് അവരുടെ. പക്ഷെ ആ മെസ്സേജ് വന്നിട്ട് കാര്യമില്ല. കോള് തന്നെ വരേണ്ടി വരും. കാരണം നല്ല ഉറക്കത്തിലാണെങ്കിൽ ആളുകൾ അറിയുള്ളൂ. കൂടാതെ പേടകം ഉണ്ടാക്കാൻ സാമ്പത്തികം ഇല്ലാത്തവരെ കണ്ടെത്തി സഹായിക്കേണ്ടതാണ്. സോഷ്യൽ മീഡിയയിൽ മുല്ലപ്പെരിയാർ ഇപ്പൊ പൊട്ടും എന്നുള്ള വീഡിയോകളും പിന്നെ കേസുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ കാണുന്നുള്ളൂ. പൊട്ടിയാൽ എന്ത് ചെയ്താൽ കൂടുതൽ കാഷ്വാലിറ്റി കുറയ്ക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമുക്കിനി ചിന്തിക്കേണ്ടത്. സാധാരണ ഫ്ലൈറ്റ് പുറപ്പെടുന്നതിന് മുമ്പ് എയർ ഹോസ്റ്റസ്മാർ ഫ്ലൈറ്റ് അപകടത്തിൽപ്പെട്ട എന്ത് ചെയ്യണം എന്നുള്ള മുൻകരുതൽ നമ്മൾ കാണിച്ചു തരാണ്. നമ്മൾ പാനിക്കാറില്ല, അതെല്ലാം കണ്ട് നമ്മൾ മനസ്സിലാക്കി വെക്കും. പക്ഷെ അതിനേക്കാളും ഫ്ലൈറ്റ് പോലെയല്ല, അതിനേക്കാളും ഭീകരമായ സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. മുല്ലപ്പെരിയാർ വിഷയത്തിലും അപകടം സംഭവിച്ചാൽ എന്തൊക്കെ മുൻകരുതൽ എടുക്കണം എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. അതിലൂടെ കൂടുതൽ കാഷ്വാലിറ്റി കുറയ്ക്കാൻ സാധിക്കും. ഈ ചാനലിലൂടെ അതിനുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പല വീഡിയോകളും ഈ ചാനലിലൂടെ വരുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. അത് ആ മെസ്സേജിനെല്ലാം മറുപടി ലഭിക്കുന്നതായിരിക്കും.